നിസാമിൻ്റെ ഭരണത്തിന് കീഴിലെ സ്വതന്ത്ര ഹൈദരാബാദിനെ ഭാരതത്തിൻ്റെ ഉദരത്തിലെ അർബുദം എന്നായിരുന്നു സർദാർ പട്ടേൽ വിശേഷിപ്പിച്ചിരുന്നത്. അതിനൊരു പ്രധാന കാരണമുണ്ട്. കാരണം ഈ ഒരു ഭൂഘടന, ഈ ഒരു പ്രവിശ്യയുടെ അത് തന്നെയാണ് ഇന്ത്യക്കൊരു പ്രധാന വെല്ലുവിളിയായിട്ട് നിലനിന്നിരുന്നത്. ഇന്നത്തെ മഹാരാഷ്ട്രയുടെയും ആന്ധ്രാപ്രദേശിൻ്റെയും തെലങ്കാനയുടെയും കർണാടകയുടെയും പല ഭാഗങ്ങൾ ചേർന്നതായിരുന്നു നിസാമിൻ്റെ ഹൈദരാബാദ്. സ്വാഭാവികമായിട്ടും ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുള്ളൊരു വേർതിരിവ് ഉണ്ടാക്കാൻ ഈ ഒരു ഭൂഘടനയ്ക്ക് സാധിക്കുമായിരുന്നു. അതുമാത്രമല്ല, നാളെ ചിലപ്പോൾ നിസാം പാകിസ്ഥാൻ്റെ ഭാഗമാകാനുള്ളൊരു സാധ്യതയും അന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഇന്ത്യക്ക് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചത്. പക്ഷേ ജവഹർലാൽ നെഹ്റു, അന്നത്തെ പ്രധാനമന്ത്രി, സ്വീകരിച്ചത് ഒരു സമാധാന ഫോർമുല തന്നെയായിരുന്നു. നിസാമിനെ സമാധാനത്തിൻ്റെ മാർഗത്തിൽ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം. പക്ഷേ ഇത് പ്രായോഗികമാകാത്തൊരു സാഹചര്യത്തിലാണ് ഓപ്പറേഷൻ പോളോവുമായിട്ട് സർദാർ പട്ടേൽ മുന്നോട്ട് പോയത്. അത് ജവഹർലാൽ നെഹ്റു ഒരു വിദേശ ടൂറിന് പോയപ്പോഴാണ് അദ്ദേഹം ആക്ടിംഗ് പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഓപ്പറേഷൻ പോളോയിലൂടെ വെറും 5 ദിവസത്തിനകം ഹൈദരാബാദിൽ ഇന്ത്യൻ പതാക ഉയർത്തി നിസാമിൻ്റെ ഭരണത്തെ നിഷ്കാസനം ചെയ്തത്. അതാണ് സർദാർ പട്ടേലിൻ്റെ ഇച്ഛാശക്തി.